നമസ്കാരം. ഞങ്ങൾ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. UDFന്റെ സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ പതിറ്റാണ്ടുകൾ, 5 പതിറ്റാണ്ടിലോ അത്രയും കാലത്തിലധികം CPIMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു ഫീൽ എങ്ങനെയാണ്? ഞാൻ 60 വർഷത്തോളമായി CPMന്റെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതിൽ ഏറെയും പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാൾ കേരളത്തിൽ CPMലുണ്ടെങ്കിൽ ഞാനായിരിക്കും. അങ്ങനെ പ്രവർത്തിച്ച കഴിഞ്ഞ ആഴ്ച വരെ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉൾപ്പെടെ പ്ലാൻ ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഇരുന്ന ഞാൻ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്ത് എന്ന് എന്നോട് പല സഖാക്കളും ചോദിച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. അതിന് കാരണം ഈ പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദമുയർത്തി എന്നുള്ളതാണ്. അങ്ങനെ ശബ്ദമുയർത്തിയപ്പോഴാണ് പാർട്ടി എനിക്കെതിരായി നടപടിയും സ്വീകരിച്ചത്. അത് മറ്റൊന്നും ആയിരുന്നില്ല. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മിക്കവാറും ആളുകൾ എതിർത്തതാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയെ, LDF സ്ഥാനാർത്ഥിയെ. ജില്ലാ കമ്മിറ്റിയിൽ 2-3 പേരൊഴിച്ച് മുഴുവൻ ആളുകളും ശക്തിയായിട്ട് എതിർത്തു. ഈ സ്ഥാനാർത്ഥി പറ്റില്ലെന്ന് പറഞ്ഞു. ഞാനാണ് ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. എൻ്റെ അടുത്ത് ഗോവിന്ദൻ മാഷുണ്ട്. ഞാൻ ഗോവിന്ദൻ മാഷോട് ചർച്ച നടക്കുമ്പോൾ പറഞ്ഞു, മാഷെ നമുക്കൊന്ന് ചർച്ച ചെയ്യാനൊന്ന് നിയന്ത്രിച്ചോട്ടെ. കാരണം അത്രയും രൂക്ഷമായ ചർച്ചയാണ്, എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. ഒരു മാറ്റം ഉണ്ടായില്ല. പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ വെച്ചു ഈ പേര്. മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കണം. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ പ്രകാരം, പാർട്ടിക്കുള്ളിലെ ഉള്ളിലുള്ള ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഉൾപാർട്ടി ജനാധിപത്യ പ്രകാരമാണെങ്കിൽ ആ മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കണം. ആ മണ്ഡലം കമ്മിറ്റിയിൽ 3 പേരൊഴിച്ച് മുഴുവൻ ആളും ശക്തിയായിട്ട് എതിർത്തു. മാഷ് ഇരുത്തിക്കൊണ്ട് നേതാക്കന്മാരെല്ലാം MP രാജൻ, PA രാജൻ, KK രാകേഷ് എല്ലാം ഇരിക്കുന്നുണ്ട്. പാർട്ടിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി എതിർത്തിട്ടില്ല. എന്നാലെങ്കിലും ഇതിലൊരു മാറ്റം വരുമെന്നാണ് പാവപ്പെട്ട ഞങ്ങൾ സഖാക്കൾ പ്രതീക്ഷിച്ചത്. താഴെ ലോക്കൽ കമ്മിറ്റികൾ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തു. ഒരു ലോക്കൽ കമ്മിറ്റി അംഗീകരിച്ചില്ല. എന്നിട്ടും മാറിയില്ല. എന്നിട്ടും ഇത് പാർട്ടി തീരുമാനമാണ് എന്ന് അടിച്ചേൽപ്പിച്ചപ്പോഴാണ് ഞാൻ അതിനെതിരായി പ്രതിഷേധിച്ചത്. പാർട്ടിയിൽ പ്രതിഷേധിച്ചിട്ടൊരു കാര്യമില്ല എന്ന് വന്നപ്പോൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങളോട് ഞാൻ പറയുന്നു, ഇനി ഈ പാർട്ടിയെ തിരുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മത്സരിക്കും. ഇതാണ് എൻ്റെ തീരുമാനം. അങ്ങനെ വന്നപ്പോൾ UDF എനിക്ക് പിന്തുണയില്ല. അതൊക്കെ അല്ല, ഇപ്പോൾ CPMന്റെ വേർഷൻ TK ഗോവിന്ദൻ മാസ്റ്റർക്ക് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരും ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചില്ല. അപ്പോൾ മത്സരിക്കാൻ കഴിയാത്തതിൻ്റെ ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്നൊരു ഒരു ചിന്തയിൽ വന്നിട്ടുള്ളൊരു മോഹഭംഗം, അതാണ് ഇതിന് കാരണമെന്നാണ് CPM അവരുടെ ഭാഷ്യമായി പറയുന്നത്. അത് അവർ പറയുന്നവർ നെറുകേടി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം 60 വർഷമായിട്ട് ഞാൻ ഇന്ന് വരെ ഒരു നേതാവിനോട് എനിക്കൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിലും ഞാൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. എത്രയോളം MP ആക്കിയിട്ടുണ്ട്, MLA ആക്കിയിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ഞാനൊന്ന് മത്സരിക്കണമെന്ന് ഞാൻ ആരോടും താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു അവസരവാദി എന്നൊക്കെ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ, ഇത്രയും കാലം ഒപ്പം നിന്ന പാർട്ടിക്കാരും സഖാക്കളും ഒക്കെ അവസരവാദി എന്നൊക്കെ പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ മാഷ്ക്ക് ഒരു വിഷമം തോന്നുന്നുണ്ടോ? അത് വിഷമത്തിന്റെ കാര്യം. കാരണം എന്താ അറിയോ, അങ്ങനെ മുദ്ര കുത്തുന്നത് അവർ ആത്മാർത്ഥത്തോടിയിട്ടല്ല. എന്തുകൊണ്ടാണ്? ഞാനല്ല അവസരവാദി. അവസരവാദം എന്താ? അവസരത്തിനനുസരിച്ച്, അതായത് ഇപ്പോൾ അവരെന്നെ വിളിക്കുന്നത് എന്താ? പാർലമെന്റ്. ഇതാണല്ലോ പാർലമെന്റ് വ്യാമോഹം. ആർക്കാ വ്യാമോഹം? 3 തവണ MLA ആയിരുന്ന ആൾ 4ാം തവണ ആവാൻ പറ്റില്ലെന്ന് പറയും. അവിടെ ഇരിക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നതാണോ പാർലമെന്ററി വ്യാമോഹം? പക്ഷേ ശ്യാമൾ ടീച്ചർ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമല്ലല്ലോ, ഒരു വിദ്യാർത്ഥി കാലം മുതൽ SFI നേതാവ്, മഹിളാ അസോസിയേഷൻ നേതാവ്, കല്യാണം കഴിക്കുമ്പോഴേ അവർ നേതാവായിരുന്നു. അത് വാഴ്ത്തുപാട്ടൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. എനിക്കും അറിയാം. ശ്യാമൾ ടീച്ചർ എനിക്ക് അറിയാവുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, അവിടെ ശ്യാമൾ ടീച്ചർ പറ്റും? അവിടെ എന്താ ഗോവിന്ദ മാഷെ പറ്റി ആരും പറഞ്ഞില്ലെന്ന് പറയാൻ കാരണം എന്താ അറിയോ? അതൊരു വഞ്ചനയാണ്. ആദ്യം പറഞ്ഞു തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഒരു മഹിള മത്സരിക്കണം. പിന്നെ എൻ്റെ പേരാരും പറയില്ലല്ലോ, വേറെ പുരുഷൻ്റെ പേരാരും പറയില്ലല്ലോ. അത് തീരുമാനമായാൽ അങ്ങനെ അത് ശ്യാമളയായിരിക്കണം എന്ന് പറഞ്ഞപ്പോലെ എല്ലാവരും പറഞ്ഞു, എന്തുകൊണ്ട് സുകന്യായിക്കൂടാ? മഹിള അങ്ങ് സുകന്യായിക്കൂടെ? അത് വന്നില്ലല്ലോ. പിന്നെ ശ്യാമളേൻ്റെ അപവാദനങ്ങൾ ഇപ്പോൾ വാഴ്ത്തുന്നുണ്ട്. ഞാൻ പറയല്, ഈ വടക്കൻ പാട്ടിലൊക്കെ ഈ വീര പാട്ടുമായി ഇറങ്ങുന്ന കുറേ പാണന്മാരുണ്ട്.
വീരാരാധന പാടുന്നതിന് പാടി നേരെ അതുമാതിരി കുറേ പാട്ടുകാരെ പറക്കിയിട്ടുണ്ട്. ശ്യാമളേൻ്റെ പാട്ടുകാർ. ഒരു ദിവസം നോക്കുമ്പം ദേശാഭിമാനിൻ്റെ എഡിറ്റോറിയൽ പേജ് എന്ന് പറഞ്ഞാൽ ദേശീയ സാർവദേശീയ കാര്യങ്ങൾ എഴുതുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ എഴുതുന്ന പേജാണ് എഡിറ്റോറിയൽ പേജ്. അവിടെ എഴുതിയിരിക്കുന്ന എന്താ അറിയോ? ശ്യാമളയുടെ അവവാദനങ്ങൾ, അവദാനങ്ങൾ. ആരാ എഴുതിയറിയോ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെക്കുറിച്ചുള്ള പൂഴത്തൽ 2-ാം പേജിൽ. മാഷെ പാർട്ടിക്ക് വല്ല ആവശ്യമുണ്ടോ അത്? ശരി മാഷെ, പാർട്ടിക്കകത്ത് ഇപ്പോൾ ഞങ്ങൾ ശ്യാമള ടീച്ചറേയും കണ്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറമാണല്ലോ പാർട്ടി എന്ന് പറയുന്നത്. അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല, നിങ്ങൾ 2 സഖാക്കൾ മാത്രമല്ലേ. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഗോവിന്ദ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ട് അവർക്കെതിരെ അങ്ങനൊരു ആക്രമണം നടത്തുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെ അങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ട് മാത്രം അവർ വന്നു എന്ന് പറയുന്നത്, അതൊരു പാർട്ടിയുടെ ഒരു നൈതികതയ്ക്ക് നിരക്കുന്നതാണോ? അല്ല, ഒരു നേതാവിൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഇതൊന്നും പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിരവധി നേതാക്കന്മാരുടെ ഭാര്യ അവർ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്, ഒക്കെ ആയിട്ടുണ്ട്. അന്നേരം ഈ ആക്ഷേപമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ 3 തവണ ഇരുന്ന അതിൻ്റെ തുടർച്ചയായി തൻ്റെ ഭാര്യ തന്നെ വേണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതേ ചോദ്യം ചെയ്യുന്നുള്ളൂ. മറ്റു ഭാര്യ ആയതുകൊണ്ട് പാടില്ല എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ 2 തവണ ഒരു സ്ഥാനത്തിരുന്നാൽ 3-ാം തവണ പാടില്ല എന്നാ. എന്നാൽ ഇയാൾ 3-ാം തവണ ഇരുന്നു, 4-ാം തവണ പറ്റുന്ന വരുമ്പോൾ അതെന്റെ ഭാര്യ ആയിരിക്കണം എന്ന് പറയുന്നതിനെയാണ് എതിർക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ നിലപാട് അങ്ങനെ CPM പോലൊരു പാർട്ടിയിൽ, CPM എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യമുള്ള, ജനാധിപത്യ കേന്ദ്രീകരണമുള്ള, മുകളിൽ നിന്ന് കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ്. അപ്പോൾ ഒരാൾ എൻ്റെ ഭാര്യ ആക്കണം എന്ന് പറഞ്ഞാൽ ആക്കാൻ പറ്റുന്ന പാർട്ടിയാണോ CPM? ഇപ്പം അങ്ങനെയാ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ സെക്രട്ടറിയേറ്റ് അംഗീകരിച്ചിട്ടുണ്ടോ? ജില്ലാ കമ്മിറ്റി ഏതെങ്കിലും ഘടകം അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ അംഗീകരിക്കാതിരുന്നാൽ ആ സ്ഥാനാർത്ഥി, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആരാവട്ടെ, അത്തരം സ്ഥാനാർത്ഥിയെ പറ്റി പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ അർത്ഥം. അത് സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്നില്ല. അങ്ങനെ ഒരു എതിർപ്പ് വന്നാൽ അത് പുനഃപരിശോധിക്കല്ലേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെയ്യേണ്ടത്? ചെയ്തില്ലല്ലോ. അപ്പോഴും പറഞ്ഞു ഇത് പാർട്ടി തീരുമാനം നടപ്പിലായിക്കൊള്ളണമെന്നല്ലേ. ഇതല്ലേ ജനാധിപത്യ വിരുദ്ധം? ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോട് മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രചാരകരായും കൂടെയൊക്കെ. CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം. അപ്പോൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ച ഒരാൾക്ക് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും സംവിധാനങ്ങളുമായി ഇണങ്ങിപ്പോകാൻ ഒത്തുപോകാൻ പറ്റുന്നുണ്ടോ? അല്ല, CPM-ന്റെ സംഘടനാ സംവിധാനം പോലെ ഒരിക്കലും കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ സംഘടനാ സംവിധാനം ആവില്ലല്ലോ. അവർക്ക് അവരുടേതായ രീതിയുണ്ട്, CPM-ന് അതിൻ്റെതായ രീതിയുണ്ട്. അവർക്ക് നല്ല സംഘടനാ സംവിധാനം ഉള്ളതാണ്. ആ സംവിധാനം പോലെ UDF ആയിക്കൊള്ളണമെന്നേ ഇല്ല. UDF-ൻ്റെ അതിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 1,40,000 വോട്ടിൽ K. സുധാകരൻ ജയിച്ചില്ലേ? നല്ല സംഘടനാ സംവിധാനവും അതിൻ്റെ എല്ലാം കരുത്തുള്ള നേതാവായിരുന്നില്ലേ MV ജയരാജനും ശ്രീമതി ടീച്ചറും ഒക്കെ ആയിരുന്നല്ലോ. ഈ 2 പേരെയും തോൽപ്പിച്ചിട്ട് ഈ സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടില്ലേ ജയിച്ചത്? ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ചാൽ ഇവിടെ ജയിക്കാൻ കഴിയുന്ന തെളിവല്ലേ ഇത്? അതുകൊണ്ട് CPM-ന്റെ കരുത്തിട്ട് സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർ പ്രവർത്തിക്കട്ടെ. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ UDF ജയിച്ചിട്ടുണ്ട്. ഇവരുടെ സംഘടനാ സംവിധാനവും പാർട്ടിക്കുള്ളിൽ എനിക്ക് കിട്ടുന്ന പിന്തുണയും ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ജയിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ മറ്റ് സ്ഥലങ്ങളെ പോലെയല്ല കണ്ണൂർ. മനുഷ്യരെക്കാൾ ആശയങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതാണ് ജീവനേക്കാൾ വലുതെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ കണ്ണൂർ. അപ്പം മാഷെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ അപ്പുറത്ത് UDF-നൊപ്പം ചേർന്ന് അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് സാധാരണപ്പെട്ട മാഷിനൊപ്പം ഉണ്ടെന്ന് മാഷ് വിശ്വസിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഇപ്പോൾ കോൺഗ്രസ് വായിച്ചായിരുന്നല്ലേ, അവർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യം നമ്മൾ എപ്പോൾ ചോദിക്കണം? നിങ്ങൾക്കറിയോ ഇവിടെ കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ട് പാർട്ടിയിൽ എങ്ങനെ ഉണ്ടായത്, മുന്നണി എങ്ങനെ ഉണ്ടായത്? പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം. ഈ പാർട്ടി കോൺഗ്രസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഒരു 8 പാർട്ടി കോൺഗ്രസിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന് പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് UPM മുന്നണിക്ക് രൂപം കൊടുത്തത്. ഓർക്കുന്നുണ്ടാവുമല്ലോ. UPM മുന്നണിയുടെ സൂത്രധാരൻ ആരായിരുന്നു? ഹർകിഷൻ സിംഗ് സുർജിത്ത്. പുറത്തുനിന്ന് പിന്തുണയ്ക്കല്ലേ? അല്ല, കേൾക്കും. കോൺഗ്രസിന്റെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചു. മുന്നണി UPM മുന്നണിയിൽ ഘടകകക്ഷിയാണ് CPM. UPM മുന്നണിയുടെ ഘടകകക്ഷിയാണ്. UPA പുറത്തുനിന്ന് പിന്തുണച്ചിട്ടേ ഉള്ളൂ CPM. UPM മുന്നണിയിൽ CPM ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ കൺവെൻഷൻ സ്ഥാനം ഏറ്റെടുക്കുന്ന അത് വേണ്ടെന്ന് പറയാതിന്
അപ്പോൾ UPA മുന്നണിയുടെ ഭാഗം സ്പീക്കറായില്ലേ? അല്ല, മുന്നണിയിൽ ചേർന്നു. നേതാവ് സ്പീക്കറായി. മുന്നണിയുടെ ഭാഗമാണെങ്കിൽ മന്ത്രിയായി ഇല്ല, ഇവിടുത്തെ എംപിമാരും അത് പാർട്ടി നയമുണ്ട്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെന്റിൽ ചേരേണ്ടതില്ല എന്നുള്ള പാർട്ടിയുടെ നയമുണ്ട്. ആ നയം ഉള്ളതുകൊണ്ടാണ് ചേരാൻ. ഇപ്പം നയം മാറി, ഇനി വേണമെങ്കിൽ ചേരാം. അല്ല, UPA ഇടത് തർക്കമല്ല. ഇപ്പൊ UPA ഇടത് പാർട്ടികൾ പിന്തുണച്ചു. അത് UPA ഇടത് ഏകോപന കമ്മിറ്റി ഉണ്ടായിരുന്നു. മുന്നണിയാണെങ്കിൽ പിന്നെ മുന്നണി യോഗം ചേർന്നാൽ പോരെ. UPA ഇടത് കോർഡിനേഷൻ കമ്മിറ്റിയാണ് അന്ന് പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചതൊക്കെ. UPA പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. UPA ഭാഗമായിട്ടില്ല. അല്ല, UPA പിന്തുണക്കുക. UPA തന്നെ ഈ പറയുന്ന രീതിയിലുണ്ടായിട്ടുള്ളതാണ്. UPA ഗവൺമെന്റിനെ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആരാ അതിന്റെ സ്പീക്കർ? CPM കാരനായിരുന്നല്ലോ. അല്ല, അതല്ല, കേരളത്തിലെ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ്. ഇന്ത്യ മുന്നണി ഉള്ളപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഞാൻ പറയാം. അതായത് അതൊക്കെ പോട്ടെ. ഇപ്പൊ നമുക്ക് 4 MPമാരില്ലേ? ഞാനിപ്പോ ഷാളണിഞ്ഞതിനെ കുറിച്ചൊക്കെ ആക്ഷേപം പറയുന്നവരുണ്ടല്ലോ. നിങ്ങൾ സു വെങ്കടേഷിന്റെ തെരഞ്ഞെടുപ്പ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഇവിടെ ഒരു ഫോട്ടോ കാണാം. അതായത് രാഹുൽ ഗാന്ധിന്റെ ഫോട്ടോ ആണ്. പച്ച ഷാളും കാണാം, ത്രിവർണ്ണ ഷാളും കാണാം. ലീഗുണ്ട് അവിടെ, കോൺഗ്രസ് ഉണ്ട്. അവരുടെ സ്വീകരണത്തിന് പോകുമ്പോൾ ഈ ഷാളും അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഷാള് സ്വീകരിക്കാം. രാജസ്ഥാനിൽ അമറാറാം ജയിച്ച എങ്ങനെയാ? കോൺഗ്രസിന്റെ മുന്നോടിയാണ്. കോൺഗ്രസ് ഷാളണിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ ആവാമെങ്കിൽ ഒരനീതിക്കെതിരെ ചോദ്യം ചെയ്ത് വരുമ്പം എന്നെ പിന്തുണക്കാൻ വരുന്ന ശക്തി അത് UDF ആണാവട്ടെ, വേറെ ആരാവട്ടെ, അവർ എന്നെ സ്വീകരിക്കുമ്പോൾ ഷാളണിക്കും. ശരി, അതൊക്കെ ആവട്ടെ. ഇപ്പോൾ മലപ്പുറ പോലെ ഒരു പാർട്ടി കോട്ടയിൽ വളരെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു മുന്നണിയിലേക്ക് പോകുന്ന സമയത്ത് അതുവരെ വലിയ കാര്യമായി കണ്ടിരുന്ന ആളുകൾ, ജനങ്ങൾ, ബന്ധുക്കൾ, ഇവരുടെയൊക്കെ സമീപനം വിഷമമുണ്ടാക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് അത് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. എനക്കെന്നെ പ്രയാസമില്ലേ? ആ പ്രയാസം ഉണ്ടാവും. എന്താ പ്രയാസം? ഇത്രയും കാലം ഒന്നിച്ചു നിന്ന ആൾ മറ്റൊരു വേദിയിൽ പോകുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷേ ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയം ഈ പാർട്ടി അണികൾ ആകെ ചർച്ച ചെയ്തതാണ്. എനിക്കറിയാലോ, എവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മളെ പാർട്ടി നേതാക്കൾ ഗർവിനെ കുറിച്ച്, ധിക്കാരത്തെക്കുറിച്ച്, ശരീരഭാഷയെക്കുറിച്ചാണ് ചർച്ച. അല്ലെന്ന് പറയട്ടെ, ഏത് പാർട്ടി കമ്മിറ്റിയിലും അതാണ് ചർച്ച. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ ചർച്ചയുണ്ട്. ആ ചർച്ചക്കാണ് ഞാൻ രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്രതീതിയാണ്, അതിൻ്റെ പ്രതീകമാണ് ഞാൻ. അപ്പോൾ പാർട്ടി പരസ്യമായിട്ട് എനിക്ക് അനുകൂലമായി വരുന്നില്ലെങ്കിലും ആ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ആ ആഗ്രഹത്തിന്, അഭിലാഷത്തിന് രൂപം കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ല, അതിൽ വ്യക്തിപരമായ പ്രയാസങ്ങളില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഭാര്യ UDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നത് ചോദിച്ചപ്പോൾ മാഷ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്, അപ്പോൾ കുടുംബവും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വരണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ശ്യാമള ടീച്ചറെ കണ്ടപ്പോൾ സുലേഖ കൂടെ ഉണ്ടായിരുന്നു. കൂടെയുള്ളത് മാഷിൻ്റെ മരുമോളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നവർ, കുടുംബാംഗങ്ങൾ എല്ലാവരും അപ്പുറത്ത് പോകുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീൽ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു കുടുംബാംഗവും പോയിട്ടില്ല. എൻ്റെ മരുമകൾ പോയിട്ടുണ്ട്. അവർക്കത് കൂടാണ്ടില്ല. അവർ പാർട്ടി ഏരിയ കമ്മിറ്റി, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. മാത്രമല്ല, ഞാൻ എതിർക്കുമ്പോൾ എൻ്റെ ബന്ധുത്വം പറഞ്ഞിട്ട് അവൾക്ക് പലതും പ്രതീക്ഷിക്കാനുണ്ടാകും. പ്രതീക്ഷിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ കുടുംബം മുഴുവൻ 99% ആളുകളും എന്നോടൊപ്പം ഉണ്ട്. അത് വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടുള്ളവരുണ്ട്, CPM പെട്ടുള്ളവരുണ്ട്. MP ജയരാജൻ പറഞ്ഞു ഒരിക്കൽ, എൻ്റെ ഭാര്യ ഇതിനൊന്നും വേണ്ടി പിന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ, മണ്ഡലം കമ്മിറ്റി മെമ്പർ ഒക്കെ ആയിരുന്നു. ദീർഘകാലം, ഒരുപാട് കാലം ഏരിയ കമ്മിറ്റി മെമ്പറായി പതിച്ചതാണ് എൻ്റെ ഭാര്യ. ഇപ്പോഴും ഏരിയ കമ്മിറ്റിയുള്ള ആളായിരുന്നു. അവരിതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഒതുക്കി കൊണ്ടെന്ന് വിചാരിച്ചതാണ്. അന്നേരത്താണ് MP ജയരാജൻ്റെ ഒരു പ്രസംഗം. മാഷക്ക് വീട്ടിൽ നിന്ന് പോലും, കുടുംബങ്ങൾ പോലും പിന്തുണയില്ല. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം പുറപ്പെട്ടു. അപ്പോഴാണ് എൻ്റെ കുടുംബാംഗങ്ങൾ പുറപ്പെട്ടത്. അതുകൊണ്ട് അവൾ ഇവിടെ വന്നത്, ആ കൺവെൻഷനിൽ വന്ന്. ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, മാഷിന് കുടുംബത്തിന്റെ പോലും പിന്തുണയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ പ്രകോപനത്തിലാണ് ഭാര്യ കൺവെൻഷനിൽ വന്നത്. ഭാര്യ മാത്രമല്ല, എല്ലാ കുടുംബാംഗങ്ങളും. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട്. ഈ പറയുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി മുഴുവൻ എൻ്റെ തറവാട്ടുകാരും കുടുംബാംഗങ്ങളും ബന്ധുക്കളും, ഇവർക്കെല്ലാം ഞാൻ ചെല്ലുന്ന ദിക്കിലൊക്കെ എൻ്റെ ബന്ധുക്കൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി. അല്ല, അതിന് ഭാര്യ പറയുന്ന ന്യായം മാഷിന്റെ ചോറല്ലേ മോനെ ഞാൻ ഉണ്ണുന്നതെന്നുള്ളതാണ്. അതല്ലാതെ ആശയപരമായി എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടല്ല കോൺഗ്രസിനോട്. അതായിരിക്കും. ആ ഒരു വേദന ഉണ്ടാവും. സാധാരണ എന്നെ അങ്ങ് ഒറ്റപ്പെടുത്താൻ ആരായി? ഒതുങ്ങിക്കൂടുന്ന ഒരാളെ വെറുതെ പ്രകോപിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ജയരാജന്. എന്നിട്ട് ജയരാജൻ പറഞ്ഞ എന്താ നിങ്ങൾ കേട്ടില്ല? നിങ്ങൾക്കറിയാലോ, ഈ നാടറിയുന്ന ആളാണല്ലോ നിങ്ങൾ. ജയരാജൻ പറഞ്ഞ് പാർട്ടി ഓഫീസിൽ നിന്ന് കഞ്ഞി കുടിച്ച കഥയാണ് കേട്ടില്ല നിങ്ങൾ. ഒരു പാടുണ്ടോയെന്ന് പറയാൻ. ഞാൻ പാർട്ടിനെ കൊണ്ട് ഒന്നും നേടിയിട്ടില്ല. ഞാൻ എത്രയോ വർഷം ലോസ് ഓഫ് ലീവ് എടുത്ത് മുഴുവൻ സമയപ്രവർത്തകരായി പ്രവർത്തിച്ച ആളാണ്. അവസാനം പാർട്ടി രാജിവെക്കാൻ പറഞ്ഞപ്പോൾ രാജിവെച്ച് മുഴുവൻ സമയപ്രവർത്തകരായ ആളാണ്. പാർട്ടിയിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെലവിട്ടുള്ളൂ. ആ ജയരാജനാണ് ഇപ്പോൾ പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് കഞ്ഞി കുടിച്ച കാരണം.
പറയാൻ പാടുണ്ടോ? അത് വൈകാരികമായി വിഷമിപ്പിച്ചു. വളരെയേറെ. ഞാൻ ചോദിച്ചു, ഇത്രയും തരം താഴാൻ പാടുണ്ടോ നമ്മുടെ നേതാക്കന്മാർ എന്നുള്ളതാണ് എനിക്കുള്ള ദുഃഖം. മറ്റത് പറഞ്ഞാലും എനിക്ക് അതിശയില്ല. ഇത്രയും തരം താഴാൻ പാടുണ്ടോ? ഈ പാർട്ടിക്ക് വേണ്ടിയില്ല ഞാൻ പ്രവർത്തിച്ചത്. അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ ചോറുന്നുണ്ടാവില്ലേ, കഞ്ഞി കുടിച്ചിട്ടുണ്ടാവില്ലേ? അതിൻ്റെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നവരുടെ ഒരു കൂട്ടായ്മ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റായി ജീവിക്കും. എൻ്റെ നാട്ടിൽ അവർ പറഞ്ഞു മാഷ് കോൺഗ്രസ് ആയി പോയി എന്നാ. ഞാൻ പറഞ്ഞു ഞാൻ കോൺഗ്രസ് ആവില്ല. ഞാൻ കോൺഗ്രസ് ആവുന്നുള്ളത് കൊണ്ടല്ലേ ഇവരെന്നെ പിന്തുണക്കുന്നത്. ഞാൻ ഉയർത്തിയ ആശയത്തിനാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റായി അവസാനം വരെ മലപ്പട്ടത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി കമ്മ്യൂണിസ്റ്റ് ജീവിത മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിക്കനുസരിച്ച് ഞാൻ ജീവിക്കും. ഇന്നും ജീവിക്കുന്നുണ്ട്, എന്നും ജീവിക്കും. ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവുമോ? എങ്ങോട്ട് പോകാൻ? പാർട്ടിയിലേക്ക്, CPI-M-ലേക്ക്? കമ്മ്യൂണിസ്റ്റുകാരനാവാൻ CPM ആവണമെന്നില്ലല്ലോ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇനിയും കാണാൻ കുറച്ച് കാലമെങ്കിലും എന്നെ. ഒരിക്കലും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി എൻ്റെ കഴിവുള്ളിടത്തോളം കാലം ചെയ്യാൻ പറ്റുന്നതെല്ലാം പാർട്ടി അല്ലാതിരുന്നാലും ഞാൻ ചെയ്യും. ഈ കാലയളവിൽ ഏറ്റവും വേദനിപ്പിച്ച സംഭവം എന്താണ്? ആരുടെ പ്രതികരണം? എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം, ഇത്രയും കാലം ഞാൻ ഈ പാർട്ടി പ്രവർത്തിച്ചു, ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് എന്നെ പാർലമെന്ററി വ്യാമോഹി എന്ന് പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന് പറഞ്ഞത് അവർക്ക് പിന്നെയും സഹിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാം കോൺഗ്രസ് പിന്തുണ നേടിയിട്ടുണ്ട്. പക്ഷെ പാർലമെന്ററി വ്യാമോഹം ആരാ പറയുന്നത്? 3 തവണ MLA ആയിരുന്ന ആള് 4ാം തവണ ഭാര്യയാവണമെന്ന് പറയുന്ന ആളാ പറയുന്നത്. അവരാ പറയുന്നത് ഞാൻ മോഹി, ഇതുവരെ ഒന്നും ചോദിക്കാത്ത, ഒന്നും ആഗ്രഹിക്കാത്ത ഞാൻ പാർലമെന്ററി വ്യാമോഹി. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയാണോ അതോ ഗോവിന്ദൻ മാഷാണോ? ആരാ മാഷ്ക്ക് പ്രശ്നം? ഞാനൊരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. മാഷ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറി പാർട്ടി സഖാക്കളുടെ ആകെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റേണ്ടുന്ന ഒരാളാണ്. പാർട്ടി സഖാക്കളുടെ വികാരങ്ങളും വിചാരങ്ങളും വളരെ സഹിഷ്ണുതയോടെ കേൾക്കേണ്ട ഒരാളാണ്. അസഹിഷ്ണുത പാടില്ല. ആ അസഹിഷ്ണുതയെ പാർട്ടി സഖാക്കൾ പ്രതിഷേധിച്ചു. അവർ കോടിയേരിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് സംഘർഷങ്ങളുടെ സമയത്തും നിങ്ങൾ കോടിയേരിയെ ചെന്ന് കണ്ടാൽ ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ഏത് പാർട്ടി അനുഭാവിയെയും സ്വീകരിക്കും. കോടിയേരി ജീവിച്ചിരുന്നുവെങ്കിൽ പാർട്ടി വിടേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. കോടിയേരി ജീവിച്ചിരുന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ സുധാകരൻ പോകില്ല, ഞാൻ പോകില്ല, കുഞ്ഞികൃഷ്ണൻ പോകില്ല, ആരും പാർട്ടിയിൽ നിന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അത് ഈ പാർട്ടി തിരുത്തണം. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയത്തിന് പിന്തുണ ലഭിച്ചാൽ, അതിന് വിജയമുണ്ടായാൽ ഈ പാർട്ടി തിരുത്തൽ ആരംഭിക്കും. അല്ലെങ്കിൽ ഈ പാർട്ടി വീണ്ടും ജനങ്ങളുടെ കഴുത്ത് കയറും. ഒരു സംശയമുണ്ട്, പാർട്ടി സഖാക്കൾ അടിമബോധത്തോടെ കഴിയേണ്ടി വരും. അതിനെതിരായിട്ടാണ് എൻ്റെ പോരാട്ടം. തീർച്ചയായിട്ടും എന്തുകൊണ്ട് പോരാടുന്നുവെന്ന് വളരെ സുദീർഘമായി തന്നെ TK ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. അപ്പോൾ ആശംസകൾ, ഭാവുകങ്ങൾ. താങ്ക് യു. നല്ല മികച്ചൊരു പോരാട്ടം തന്നെ നടത്താൻ കഴിയട്ടെ. താങ്ക് യു.